11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 11 ഇൻറ്റു സിംഗിൾ ഡിജിറ്റ് ഏത് നമ്പർ ആണെങ്കിലും സെയിം നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, 11 ഇൻറ്റു 5 55, 11 ഇൻറ്റു 7 77. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി 2 ഡിജിറ്റ് നമ്പർ വരികയാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ ട്രിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 + 3 എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 2ൻ്റെയും 3ൻ്റെയും ബിറ്റ്വീനായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 25 ആകുമ്പോൾ 2 + 5 7 ആണ്, അപ്പോൾ 275. 32 ആകുമ്പോൾ 5 ആണ്, ആഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 352. 43 ആകുമ്പോൾ 473. അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് എല്ലാ 2 ഡിജിറ്റ് നമ്പറിനും ബാധകമാണോ എന്ന് നമുക്ക് നോക്കാം. 23 ആകുമ്പോൾ സം എത്ര കിട്ടുന്നത്, നമുക്ക് 5 ആണ് കിട്ടുന്നത്. 32 ആകുമ്പോഴും എഗെയിൻ നമുക്ക് എന്തിനാണ് കിട്ടുന്നത്, 3 + 2 5 ആണ്. 25 ആകുമ്പോഴോ 2 + 5 7 ആണ്. ഓക്കെ അല്ലേ, ഇതെല്ലാം 10നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ സമ്മ് 10നെക്കാളും കുറവാണെങ്കിൽ ഈ മെത്തേഡ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 10ഓ 10ൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ അല്ലേ, നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ 55 ഇൻറ്റു 11. 55 5 + 5 എന്താണ്, 10 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 55ൽ സെക്കൻഡ് ടേം 5 എന്ത് ചെയ്യുക, ലാസ്റ്റ് ടേം ആയിട്ട് എഴുതാം. ഫസ്റ്റ് നമ്മൾ 5 എഴുതാം. എന്നിട്ട് 5 + 5 10. ആ 10ലെ സെക്കൻഡ് ടേം എന്താണ്, 0 ആണ്. അപ്പോൾ ഈ 5ൻ്റെ തൊട്ട് മുന്നേ എഴുതേണ്ടത് 0 ആണ്. പിന്നെ ഈ രണ്ട് നമ്പറിലെയും 55ലെയും 10ലെയും ഫസ്റ്റ് നമ്പർ എന്താണ്, 5ഉം 1ഉം ആണ്. അത് ആഡ് ചെയ്തിട്ട് എഴുതാം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് എഴുതാം. വേറെ എക്സാമ്പിൾ 73 ഇൻറ്റു 11. അപ്പോൾ 7 + 3 നമുക്കറിയാം 10 ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം 3 എഴുതാം, ലാസ്റ്റ് ഡിജിറ്റായിട്ട് 3 എഴുതാം. ദെൻ അതിന് തൊട്ട് മുന്നേ നമ്മൾ എഴുതേണ്ടത് എന്താണ്, 0. ദെൻ 7ഉം 1ഉം ആഡ് ചെയ്തിട്ട് 803 ആണ് ആൻസർ. ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. 65 ഇൻറ്റു 11. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്, 5 നമ്മൾ ലാസ്റ്റ് ടേമായിട്ട് 5 എഴുതുക. തൊട്ട് മുന്നേ 11ലെ സെക്കൻഡ് ടേം 1 തന്നെയാണ്, 1 എഴുതുക. പിന്നെ 6ഉം 1ഉം ഫസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് എഴുതുക. 6ഉം 1ഉം എന്താണ്, 7 ആണ്. അപ്പോൾ 715 എന്ന് കിട്ടും. ഇതും സെറ്റല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ 84 ഇൻറ്റു 11. 8 + 4 എന്താണ്, 12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഫസ്റ്റ് 4 എഴുതുക, ലാസ്റ്റ് ടേം ആയിട്ട് 4 എഴുതുക. 4ൻ്റെ തൊട്ട് മുന്നേ 12ൽ 2 എഴുതുക. എന്നിട്ട് 8ഉം 1ഉം ആഡ് ചെയ്ത് 9. അപ്പം 924. അത്രയേ ഉള്ളൂ. ഇനി 3 ഡിജിറ്റ് നമ്പർ നമ്മൾ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ മെത്തേഡ്, ഇനി 3 ഡിജിറ്റ് നമ്പറും സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് 3 ഡിജിറ്റ് നമ്പറിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഫസ്റ്റും ലാസ്റ്റ് ആയിട്ട് വയ്ക്കുക. സെൻട്രലിലെ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 1ഉം 5ഉം ആഡ് ചെയ്യുക, 6 എന്ന് കിട്ടും. 2ഉം 1 ആഡ് ചെയ്ത് 3 എന്ന് കിട്ടും. അത് ഇൻബിറ്റ്വീനായിട്ട് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 363 ഇൻറ്റു 13. പക്ഷേ 11. 3 നമ്മൾ ഫസ്റ്റും ലാസ്റ്റായിട്ട് ഫിക്സ് ചെയ്തു. ഇനി 6 + 3ഉം 3 + 6ഉം ആഡ് ചെയ്താൽ മതി. ലാസ്റ്റ് 2 ടേംസും ഫസ്റ്റ് 2 ടേംസും ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ 3993 എന്ന് കിട്ടും. ഇനി 452 ഇൻറ്റു 11 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, 4ഉം 2 എഴുതി. 5 2 എന്താണ്, 7 ആണ്. 4ഉം 5 എന്താണ്, 9 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു നമ്പറിനെയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സെറ്റായില്ലേ? ഇനി ഇത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് കമൻ്റ് ഇടണേ. കമൻ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ.